പക്ഷികളെ ബാധിക്കുന്ന വൈറസ് മൂലമുണ്ടാകുന്ന ഒരു സാംക്രമിക രോഗമാണ് പക്ഷിപ്പനി അഥവാ ഏവിയൻ ഇൻഫ്ലുവൻസ. രണ്ടു രീതിയിൽ ഈ രോഗബാധ പക്ഷികളിലുണ്ടാകാം. വീര്യം കുറഞ്ഞ രോഗാണു മൂലമുണ്ടാകുന്ന രോഗബാധ പക്ഷികളിൽ വലിയ മരണനിരക്കോ ലക്ഷണങ്ങളോ ഉണ്ടാക്കുന്നില്ല. എന്നാൽ വീര്യം കൂടിയ ഇനത്തിലുള്ള രോഗാണു പക്ഷികളിൽ പെട്ടെന്നുള്ള മരണത്തിനും വലിയ മരണനിരക്കിനും കാരണമാകുന്നു. ഈ രീതിയിലുള്ള രോഗബാധ HPAI എന്നറിയപ്പെടുകയും പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്നതിനാൽ പ്രാധാന്യമറിയിക്കുകയും ചെയ്യുന്നു. ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് ഗ്രാമപഞ്ചായത്തിൽ മലയിൽത്തോട് പാടശേഖരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പാടശേഖരത്ത് നിരവധിയായ താറാവുകൾ മരിച്ചു വീഴുകയും നിരവധിയായുള്ള താറാവുകൾക്ക് ഏകദേശം ഗുരുതരമായ അസുഖം ബാധിച്ച നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൽ ജനങ്ങൾക്ക് ഒരാശങ്ക ഉളവാക്കുന്ന രീതിയിൽ ഇത് ജനങ്ങളിലേക്ക് പകരുമോ? ഇത് ജനങ്ങളിൽ പകർന്നു കഴിഞ്ഞാൽ അത് കുട്ടികളിലേക്ക് വ്യാപിക്കുമോ? ഇത് ഏത് വിധത്തിൽ ഇതിനെ പ്രതിരോധിക്കാമെന്നുള്ളൊരു ആശങ്കയിലാണ് ഇപ്പോൾ ആലപ്പുഴയിലും ഈ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് ഇതിന്റെ പുറകെയുള്ള പ്രവർത്തനങ്ങളുമായി നടക്കുക. കോഴി, താറാവ്, കാട, വാത്ത, ടർക്കി, പണ്ടാരക്കോഴി തുടങ്ങിയ എല്ലാവിധ പക്ഷികളെയും രോഗം ബാധിക്കാം. എന്നാൽ കോഴി, ടർക്കി എന്നിവയിലാണ് രോഗബാധയും കൂടിയ മരണനിരക്കും കാണുന്നത്. ദേശാടന പക്ഷികൾ രോഗാണുവിനെ വിദൂര ദേശത്തേക്ക് പടർത്തുന്നു. സാധാരണയായി പക്ഷിപ്പനിയുടെ രോഗാണുക്കൾ മറ്റു മൃഗങ്ങളെ ബാധിക്കാറില്ലെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ വീര്യം കൂടിയ ഇനത്തിലുള്ള രോഗാണുക്കൾ മനുഷ്യരെയും മറ്റ് സസ്തന ജീവികളെയും ബാധിക്കാം. ഇൻഫ്ലുവൻസ ടൈപ്പ് A ഇനത്തിൽപ്പെട്ട ഒരു വൈറസാണ് രോഗാണു. ജനിതക മാറ്റങ്ങൾ ഘടനയിൽ വരുത്താനുള്ള കഴിവ് ഈ വൈറസിന്റെ ഒരു പ്രത്യേകതയാണ്. വീര്യം കുറഞ്ഞ ഇനത്തിലുള്ള വൈറസ് പ്രത്യേക സാഹചര്യങ്ങളിൽ വീര്യം കൂടിയ ഇനമായും മാറാറുണ്ട്. H5, H7 ഇനങ്ങളാണ് ഇതുവരെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ ഭൂഖണ്ഡങ്ങളിലും തന്നെ രോഗബാധ പല കാലയളവുകളിലും ഉണ്ടായിട്ടുണ്ട്. വളരെ വ്യാപ്തിയുള്ള ബാധ അടുത്ത കാലത്ത് ഹോങ്കോങ്, ചിലി, നെതർലൻഡ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നിവിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ 2006 മഹാരാഷ്ട്രയിലാണ് ആദ്യ രോഗബാധ ഉണ്ടായത്. തുടർന്ന് വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മണിപ്പൂർ, ഒറീസ, കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിലും രോഗബാധയുണ്ടായി. സംസ്ഥാനത്ത് ആലപ്പുഴ ജില്ലയിൽ അടുത്ത കാലത്തായിട്ട് കുട്ടനാട് പ്രദേശത്ത് താറാവുകളിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ വെറ്ററിനറി സർവകലാശാലയുടെയും നേതൃത്വത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് വെറ്ററിനറി സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗവും അതുപോലെ തന്നെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് വിഭാഗവും ചേർന്നുകൊണ്ട് സമഗ്ര ബോധവൽക്കരണ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്. മൃഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പക്ഷികളിൽ നിന്നും പകരുന്ന ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം ഇന്ന് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് പക്ഷികളിലൂടെ പകരുന്ന പക്ഷിപ്പനിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. സംസ്ഥാന കൃഷി വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, ആരോഗ്യവകുപ്പ്, വെറ്ററിനറി സർവകലാശാല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവരുടെയൊക്കെ എല്ലാം സംയുക്തമായ പ്രവർത്തനം ഈ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ കേരളത്തിലെ പൊതുജനങ്ങളുടെയും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ താറാവ് വളർത്തൽ കർഷകരുടെയും എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണമാണ് പക്ഷിപ്പനി നിയന്ത്രിക്കാൻ കേരളത്തിന് ഇന്ന് ആവശ്യം. കേരളത്തിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്ന രോഗം H5N1 എന്ന് പറയുന്ന വൈറസ് തന്നെയാണ്. ഭോപ്പാലിൽ നിന്നും ഉള്ള ഹൈ സെക്യൂരിറ്റി ലാബിലെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സ്ഥിരീകരണം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. രോഗബാധിത മേഖല പ്രത്യേകം അടയാളപ്പെടുത്തി അതിന് ചുറ്റാകെയുള്ള 1 കിലോമീറ്റർ റേഡിയസിലുള്ള ചുറ്റളവിലുള്ള സ്ഥലങ്ങളിൽ മൊത്തം പക്ഷികളെയും കൊന്നൊടുക്കുകയും അതിനെ ശാസ്ത്രീയമായി മറവ് ചെയ്യുകയുമാണ് പ്രധാനമായി നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ പക്ഷികളിൽ കൂടി മനുഷ്യരിലേക്ക് പടരാൻ സാധ്യത ഉള്ള ഈ രോഗം പെട്ടെന്ന് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ആലപ്പുഴ ജില്ലയിൽ മാത്രം 50 സ്ക്വാഡുകളെ
ഇതിനു വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ 5ഉം കോട്ടയം ജില്ലയിൽ 15ഉം സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നു. 2000ഓളം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റാഫ് ഇതിനു വേണ്ടി ഫീൽഡിലുണ്ട്, ആശാ വർക്കേഴ്സുണ്ട്. എല്ലാവർക്കും നമ്മൾ ക്യാമ്പയിൻ നടത്തുവാണ്. അതിനുവേണ്ടിയുള്ള ലീഫ്ലെറ്റ്സ് എല്ലാം പോയി പേഴ്സണലായിട്ട് എല്ലാവരെയും കോൺടാക്ട് ചെയ്ത് ഓരോ വീടുകളും കയറി എല്ലാത്തിനും വേണ്ടിയുള്ള മരുന്ന് എല്ലാ പ്രതിവിധികളും നമ്മൾ എന്നുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് കാരണം ആ ഒരു ഭീതി എന്നുള്ള ഒരു ഫാക്ടർ ആർക്കും വേണ്ട. രോഗപകർച്ചയെപ്പറ്റി ജനങ്ങൾ ഭയവിഹ്വലരാവേണ്ട കാര്യമൊന്നുമില്ലെങ്കിലും വളരെ കരുതലോടെയുള്ള രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ രോഗനിയന്ത്രണത്തിന് അത്യന്താപേക്ഷിതമാണ്. രോഗം ബാധിച്ച സ്ഥലങ്ങളിൽ നിന്നുള്ള പക്ഷികളുടെ വിൽപ്പനയും വാങ്ങലും കർശനമായിട്ട് ഒഴിവാക്കണം. രണ്ടാമത്, രോഗം സംശയിക്കുന്ന സാഹചര്യങ്ങളിൽ ഉടനടി അടുത്തുള്ള മൃഗാശുപത്രിയിൽ ബന്ധപ്പെട്ട് അതിന് വേണ്ട അനുബന്ധ നടപടികൾ കൈക്കൊള്ളണം. മൂന്നാമതായിട്ട്, രോഗബാധിത പ്രദേശങ്ങൾ സംശയിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇടപെടുമ്പോൾ കയ്യുറ, മുഖാവരണം, സുരക്ഷിതമായിട്ടുള്ള കുപ്പായം എന്നിവ ധരിക്കണം. പൊതുജനങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്, ഇതിൻ്റെ മാംസം 74 ഡിഗ്രി ചൂടാക്കിയാൽ പൂർണ്ണമായിട്ട് ഈ അണുക്കൾ നശിക്കുന്നതാണ്. അതുകൊണ്ട് മാംസ ഉപയോഗത്തിന് യാതൊരു പ്രശ്നവുമില്ല. ശരിയായ രീതിയിൽ ശാസ്ത്രീയപരമായി വേവിക്കുകയാണെങ്കിൽ ബ്രോയിലർ ഫാം ഉടമകൾ, പ്രത്യേകിച്ചും ദേശാടന പക്ഷികൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾക്ക് സമീപം ബ്രോയിലർ ഫാം ചെയ്യുന്ന ഉടമകൾ സർക്കാരിൻ്റെ ജൈവ സുരക്ഷാ നിയന്ത്രണങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഈ അസുഖം വ്യാപിപ്പിക്കാതിരിക്കാനുള്ള എല്ലാ പ്രതിരോധ നടപടികളോട് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. പക്ഷികളിൽ നിന്ന് പക്ഷികളിലേക്ക് അടുത്ത സമ്പർക്കത്തിലൂടെ രോഗപ്പകർച്ചയുണ്ടാകുന്നു. രോഗം ബാധിച്ച പക്ഷികളുടെ കാഷ്ടം, മറ്റു സ്രവങ്ങൾ തുടങ്ങിയവയാൽ മലിനമാക്കപ്പെട്ട സാമഗ്രികൾ, ഉപകരണങ്ങൾ, വാഹനങ്ങൾ എന്നിവയിലൂടെ മറ്റു സ്ഥലങ്ങളിലേക്ക് രോഗം പകരുന്നു. ശ്വസിക്കുന്ന വായുവിലൂടെയും മലിനമാക്കപ്പെട്ട വെള്ളം, ആഹാരം എന്നിവയിലൂടെയും രോഗം പകരാം. പെട്ടെന്നുള്ള കൂട്ടമരണം, വളരെ പെട്ടെന്നുള്ള വ്യാപനം, പൂവ്, ആട എന്നിവിടങ്ങളിൽ നീലിപ്പ്, തീറ്റ വിരക്തി, അതിസാരം, തളർച്ച തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. സാധാരണഗതിയിൽ മനുഷ്യരെ ബാധിക്കാറില്ലെങ്കിലും വീര്യം കൂടിയ ചില ഇനങ്ങൾ മനുഷ്യരിൽ രോഗബാധയുണ്ടാക്കാം. രോഗബാധയേറ്റ പക്ഷികളുമായി സമ്പർക്കത്തിലിരിക്കുന്നവർ, പരിപാലിക്കുന്നവർ, കശാപ്പ് ചെയ്യുന്നവർ, വെറ്റിനറി ഡോക്ടർമാർ എന്നിവർക്കാണ് രോഗബാധ ഏൽക്കാനുള്ള സാധ്യത. പലതരം ഇനത്തിലുള്ള മൃഗങ്ങളെയും പക്ഷികളെയും ഒരുമിച്ച് വളർത്തുന്നത് നല്ലതല്ല. ഫാമുകളിലും മറ്റും ശുചിത്വം പാലിക്കുക, അണുനശീകരണം നടത്തുക. രോഗബാധ സ്ഥിരീകരിച്ചാൽ ഗവൺമെന്റ് തലത്തിൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണ നടപടികളോട് സഹകരിക്കുക. പക്ഷികളിൽ ഫലപ്രദമായ ചികിത്സയില്ല. രോഗബാധയേറ്റവയെയും അടുത്ത സമ്പർക്കത്തിലുള്ള പക്ഷികളെയും കൂട്ടത്തോടെ കൊന്നൊടുക്കുകയാണ് പ്രധാനമായ നിയന്ത്രണ നടപടി. മനുഷ്യരിൽ ചില ആൻറ്റിവൈറസ് മരുന്നുകൾ ഡോക്ടർമാരുടെ നിർദ്ദേശത്തിലും നിരീക്ഷണത്തിലും ചികിത്സയ്ക്കായും പ്രതിരോധത്തിനായും നൽകപ്പെടുന്നു. ഇന്ന് ചില പത്രങ്ങളിലൊക്കെ ഇതിനാവശ്യത്തിന് മരുന്നില്ല, മറ്റ് സൗകര്യങ്ങളില്ല എന്ന് കണ്ടു. അത് ശരിയല്ല. നമ്മൾ ഇത് പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് വന്ന ഒന്നാണ്. പക്ഷേ വന്നപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട മരുന്നുകൾ നമ്മൾ സമാഹരിച്ചു. ഒരു സ്ഥലത്തും പനി ബാധിതരുള്ളതായി കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ എല്ലാ ജില്ലകളിലും നടക്കുകയാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള വീട് വീടാന്തരം കയറി ഇറങ്ങിയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർഷകർക്ക് ഇപ്പോൾ നമുക്കറിയാം, അവർ വില കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ചെറിയ ചിക്സിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കൂടുതലായിട്ടും. അതോടൊപ്പം തന്നെ ബേഡ്സ് ആയിട്ടുള്ളതുമുണ്ട്. ചിക്സിന് കോമ്പൻസേഷൻ എന്ന രൂപത്തിൽ ഒരു ചിക്സിന് 2 മാസം പ്രായം കുറവുള്ളതിന് 75 രൂപയും 2 മാസത്തിൽ കൂടുതലുള്ളതിന് 150 രൂപയും കോമ്പൻസേഷൻ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വളർത്തുപക്ഷികൾ വളരെ പെട്ടെന്ന് പടരുന്നതിനാലും ഫലപ്രദമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ പ്രചാരത്തിലില്ലാത്തതിനാലും
പക്ഷിപ്പനി ബാധ തടയുന്നതിനായി കർശന നിയന്ത്രണങ്ങൾ കൈക്കൊള്ളേണ്ടതുണ്ട്. ഈ സാഹചര്യം മുൻനിർത്തി കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് സർവകലാശാലയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന വൺ ഹെൽത്ത് സെന്റർ പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നു. പക്ഷിപ്പനിയെക്കുറിച്ചുള്ള അവശ്യ വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലൂടെ രോഗവ്യാപനം നിയന്ത്രണ വിധേയമാക്കുക എന്നതാണ് ഈ ക്ലാസുകളുടെ ലക്ഷ്യം.